തൃശൂർ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാർക്കെതിരെ സസ്പെൻഷന് ശുപാർശ നൽകിയിരിക്കുന്നു. തൃശൂർ റേഞ്ച് ഡിഐജിയാണ് റിപ്പോർട്ട് നൽകിയത്. ഉത്തരമേഖല ഐജിക്കാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എന്ത് നടപടിയെടുക്കുമെന്നുള്ള കാര്യത്തിലായിരുന്നു ഇത്രകാലം ഒരാശയക്കുഴപ്പമുണ്ടായിരുന്നത്. എന്തായാലും കുന്നംകുളം മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നു. കടുത്ത നടപടിയെടുക്കണമെന്ന നിലപാടിൽ തന്നെയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി എന്നറിയുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൂടി തുടർന്നാണോ ഇത്തരമൊരു നടപടിക്ക് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്? നിലവിൽ ഈ പോലീസുകാർക്കെതിരെ 3 പോലീസുകാർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരുന്നത്. അച്ചടക്ക നടപടി എന്ന നിലയിൽ ഇവരുടെ 2 തവണത്തെ ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇവരെ സർവീസിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടു എന്ന ആവശ്യം ശക്തമാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇത് പുനഃപരിശോധിക്കാനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി തൃശൂർ റേഞ്ച് ഡിഐജിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ റേഞ്ച് ഡിഐജി ഇതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയും ചെയ്തത്. ഹരിശങ്കർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ഉത്തരമേഖല ഐജി രാജ്പാൽ വീണയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിലാണ് വ്യക്തമായി പറയുന്നത് ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും സസ്പെൻഷൻ നടപടി സ്വീകരിക്കാം. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ കേസ് കോടതി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ അച്ചടക്ക നടപടി എന്ന നിലയിൽ സസ്പെൻഷൻ അനുവദനീയമാണ്, അല്ലെങ്കിൽ അത് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിലവിൽ നൽകിയിരിക്കുന്ന അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണം, അതായത് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിവിടെ കൊണ്ട് അവസാനിക്കുമെന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ സർവീസിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യണം എന്നൊരാവശ്യമാണ് മുഖ്യമായി ഉയരുകയും ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ അങ്ങനെ പോയാൽ, നിലവിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയാൽ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടാൻ പോലീസിന് തിരിച്ചടിയേക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സംബന്ധിച്ച് വിശദമായ നിയമോപദേശം കൂടി DGP തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടും അതിനുശേഷം ലഭിക്കുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവും ഏത് തരത്തിലുള്ള നടപടികളിലേക്കാണ് പോവുക എന്നുള്ളതിൽ അന്തിമ തീരുമാനമുണ്ടാകുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ കടക്കുവാനാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ ഉത്തരമേഖല ഐജിക്കാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കുക ഉത്തരമേഖല ഐജി ആണോ അതോ പോലീസ് മേധാവിയാണോ? അന്തിമ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ്. ഉത്തരമേഖല ഐജി രാജ്പാൽ വീണ ഈ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം അതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഞാൻ അല്പസമയം മുമ്പ് തന്നെ DGPയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ നിയമവശം പരിശോധിച്ച് വരികയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിയമോപദേശം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നടപടി ഉടൻ ഉണ്ടാകും, അധികം വൈകില്ല. ഉടനെ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, പോലീസ് മേധാവി ചോദിച്ചപ്പോൾ വൈകില്ല, ഉടനെ തന്നെ നടപടി ഉണ്ടാകും എന്നുള്ളൊരു വിവരം. സിജു, അതായത് ഇതിൽ വ്യക്തമാകേണ്ടത് ഇത്തരമൊരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു, ഇങ്ങനെ ഒരാളെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുന്നതായുള്ള പരാതിയും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു നടപടി ഉണ്ടാകും. അതിൽ എന്താണ് നിയമോപദേശം കൂടുതൽ പരിശോധിക്കേണ്ടത്? അതായത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ ചില നടപടി എടുത്തിരുന്നു, അതിന്റെ ഭാഗമായി കൂടിയാണ് ഒരു നിയമോപദേശം ലഭിക്കാൻ കാത്തിരുന്നത്. അതായത് നേരത്തെ ഒരു നടപടിയെടുത്ത് വീണ്ടും ഒരു നടപടി എടുക്കുന്നതിലായിരുന്നു നിയമോപദേശം കാത്തിരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സിജോ, അതിലെ ആ മറുപടിയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ അക്കരെ കൂടെ ചേരുകയാണ്. ശ്രീ അനിൽ അക്കരെ, ഇപ്പോൾ ഒരു നടപടി അതിനകത്തുണ്ടായിരിക്കുന്നത് കുന്നംകുളം മർദ്ദന കേസിലെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശയാണ് നൽകിയിരിക്കുന്നത് എന്നാണ്. എന്താണ് കോൺഗ്രസ് പ്രതികരണം? അല്ലാതെ ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത് ഒരു കാരണവശാലും സ്വീകാര്യമല്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് മാത്രമേ ഞങ്ങൾ തയ്യാറുള്ളൂ. അതിൽ കുറഞ്ഞ ഒരു നടപടിയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. അവരെ സർവീസിൽ അടിയന്തരമായി നീക്കം ചെയ്യണം. അല്ലാതെ സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല എന്നുള്ളത് ആ DIG തന്നെ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അയാള് തന്നെ പറയാണ് സസ്പെൻഷൻ ശിക്ഷയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു വിഷയം ഉദിക്കുന്നില്ല. അടിയന്തരമായും കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസിനകത്ത് വധശ്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വകുപ്പുകൾ ചേർത്ത് അവർക്ക് നോട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ അങ്ങനെ കുറ്റം ചെയ്ത ആളുകളെ അടിയന്തരമായി സർവീസ് നീക്കം ചെയ്യണം. ഇതിൽ ഇവരുടെ മുൻകാല ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥന്മാരാണ് ഇവരെ സർവീസ് നീക്കം ചെയ്യുക, അല്ലാതെ വേറൊരു മറുപടി അതിനകത്ത് പറയാനില്ല. അതായത് ആദ്യഘട്ടം എന്ന രീതിയിൽ ഒരു സസ്പെൻഷൻ നടപടി അംഗീകരിക്കുമോ കോൺഗ്രസ്?
സസ്പെൻഷൻ ഒക്കെ ചെയ്യേണ്ട 2 വർഷം മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ട വിഷയമാണ് 2 വർഷം മുൻപ്. 2 വർഷത്തിന് ശേഷം എന്ത് സസ്പെൻഷൻ? ഇത് കുറ്റങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞ ഒരു വിഷയമാണല്ലോ. ഇതിനകത്ത് സസ്പെൻഷൻ ഒന്നുമില്ല. അയാൾ തന്നെ പറഞ്ഞല്ലോ, DIG തന്നെ പറഞ്ഞല്ലോ സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്ത് റിപ്പോർട്ടാണ് അയാൾ കൊടുക്കുന്നത്? അയാൾ ആ പോലീസിന് ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് കൊടുത്തത്. നീക്കം ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയി നീക്കം ചെയ്യണം സർവീസ്. അങ്ങനെ ചെയ്ത ചരിത്രം കേരളത്തിലുണ്ടല്ലോ. ഇനി അത് വെച്ച് പിടിപ്പിക്കാൻ കഴിയും. ഇവരെ പിന്നെ പോലീസ് സേനയിൽ തന്നെ വെക്കാൻ കഴിയില്ല. അത് പിന്നെ ഒരു വിട്ടുവീഴ്ച കാര്യത്തിലില്ല. ശരി, ശ്രീയാൻ ലഹര, നന്ദി. താങ്കളുടെ അഭിപ്രായത്തിന് എന്തായാലും കോൺഗ്രസ് അതിൽ പറയുന്നത് ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് ഒതുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. പോലീസുകാരെ അവിടെ നിന്ന് സർവീസിൽ നിന്ന് തന്നെ നീക്കണമെന്നുള്ള ഒരു ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു. കാരണം 2 വർഷം മുൻപുണ്ടായ ഒരു സംഭവമാണ്. അതിലൊരു സസ്പെൻഷൻ, അതൊരു ശിക്ഷാ നടപടിയല്ല എന്ന് പോലീസ് മേധാവി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു സസ്പെൻഷൻ ശുപാർശയെ അംഗീകരിക്കില്ല. ഒരു ഡിസ്മിസൽ, സർവീസിൽ നിന്ന് ഡിസ്മിസൽ, അതായത് ഇവരുടെ മുൻകാല ചരിത്രം കൂടി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നടപടി കൃത്യമായി തന്നെ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സിജോ തുടരുന്നുണ്ട്. സിജോ, നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം കാത്തുനിൽക്കുന്നതുമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഈ നിയമോപദേശം എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു മൈനർ ആണെങ്കിൽ പോലും ചെറിയൊരു നടപടിയാണ് സ്വീകരിച്ചത്. അപ്പോൾ അത്തരം നടപടി സ്വീകരിച്ച പോലീസുകാർക്കെതിരെ രണ്ടാമതും അതേ കേസിന് തന്നെ നടപടി എടുക്കുന്നതിലാണോ നിയമോപദേശം തേടിയത്? അക്കാര്യത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത്. കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുന്നു, പിന്നീട് പരാതിയായി വരുന്നു. ആ പരാതിയിൽ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇവരെ സ്ഥലം മാറ്റുകയും ചെയ്തു. 4 പേരെയും മറ്റ് 4 സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. അതൊരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ 3 പേരുടെ 2 തവണയായിട്ടുള്ള ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു നടപടി അന്ന് സ്വീകരിച്ച സാഹചര്യത്തിൽ ഇനി വീണ്ടും അതിൽ ഒരു തുടർ നടപടി അല്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ചലഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കുമോ, അത്തരത്തിൽ നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിച്ചിരുന്നത്. അങ്ങനെ അതിലെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള സംബന്ധിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായൊരു ആദ്യത്തെ നിയമോപദേശം ഇതുവരെയും ലഭിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ഒരു കാര്യം പരിഗണനയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് സസ്പെൻഷൻ നടപടിയാകാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സസ്പെൻഷൻ നടപടിയെ എത്രത്തോളം ഈ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ അംഗീകരിക്കുമെന്നുള്ള ഒരു കാര്യമാണ്. കാരണം അവർ ആദ്യഘട്ടം മുതൽ ആവശ്യപ്പെടുന്നത് ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുക, ഇവരെ നീക്കം ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ മാത്രമേ ഇത് അംഗീകരിക്കാനാവൂ എന്നുള്ള കാര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിലപാട് എന്ന് പറയുന്നത് എത്രത്തോളം കടുത്ത ശിക്ഷ നൽകാമോ? കാരണം അത്തരം ഒരു മാതൃകാപരമായ ഒരു നടപടി വേണം. പോലീസ് സേനയ്ക്ക് തന്നെ വളരെ കളങ്കമുണ്ടാക്കുന്ന, മോശമുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പരമാവധി എത്രത്തോളം ശിക്ഷ നൽകാൻ സാധിക്കുമോ അതിന്റെ വശങ്ങൾ ഇപ്പോഴും പോലീസ് മേധാവി പരിശോധിക്കുകയാണ്. ശരി, ജോബി ജോണാണ് വിവരങ്ങൾ നൽകിയത്.